ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ മാനേജറായ ക്ലോപ്പിനെ സൈൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ആളെ കളിപ്പിച്ചിട്ട് ആളെക്കുറിച്ചുള്ള അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇയാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യം നോക്കിയിട്ട് എടുത്താൽ മതി. അതായത് ഒരു രക്ഷയില്ല, ഡിഫൻസ് നല്ല രീതിയിൽ പൊട്ടാണ്. നമ്മളിപ്പോൾ ഒരുവിധം ലീഗ് മാച്ചൊക്കെ കളിച്ചു, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അപ്പോൾ ഞാൻ ഇതിന് നന്നായിട്ട് എൻ്റെ ബേസ് മാനേജർ വെച്ചുകൊണ്ട് ഞാൻ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ GP കൊടുത്ത് വാങ്ങിയ ലോങ് ബോൾ കൗണ്ടറിൻ്റെ മാനേജർ ആൾക്ക് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഇത്രത്തോളം ഗോളൊന്നും വാങ്ങില്ല. ഇത് ലീഗിലൊക്കെ 5ഉം 6ഉം ഗോളൊക്കെ കിട്ടണേ. അപ്പോൾ ഡിഫൻസ് പറഞ്ഞാൽ ഭയങ്കര പോക്കാണ്. അപ്പോൾ നിങ്ങൾ ആളെ ഇഷ്ടപ്പെട്ട് കളിപ്പിക്കാൻ താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ ലീഗിൽ വെറും 4 കളി മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ആളിട്ടുകൊണ്ട് 11 കളി തോറ്റു, 2 കളി സമനില. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലീഗിൽ ഇത് വരുന്നത്. അതുകൂടാണ്ട് ഇയാൾക്കൊരു കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് കൂടുതൽ ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 2 ഗോളൊക്കെ അടിച്ചാൽ നമ്മൾ ചിലപ്പോൾ 4 ഗോളൊക്കെ അടിച്ച് ജയിക്കാം. അങ്ങനെയൊക്കെ ഒരു ഇതും കൂടി ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ പഴയ സാബി അലൻസോൻ്റെ മാനേജർ ഉണ്ടായിരുന്നു. ആൾ ഇഷ്ടംപോലെ ഗോൾ വഴങ്ങിയിരുന്നു, നമ്മൾ ക്വിക്ക് കൗണ്ടർ ആയാൽ കൂടിയും. എന്നാൽ ആളെങ്കാട്ടി കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ ഈ ക്ലോപ്പ് വഴങ്ങുന്നത്. അതുകൂടാണ്ട് ഇനി മെയിൻ്റെനൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജറിന് വലിയ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ അത് പറയുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ കളിപ്പിച്ചതിൽ ഏറ്റവും മോശം മാനേജറായിട്ട് എനിക്ക് തോന്നി. ഡിഫൻസ് പരമായി വേറെ കുഴപ്പമൊന്നുമില്ല, അറ്റാക്കിങ്ങിലൊക്കെ ആൾ അടിപൊളിയാണ്. അപ്പോൾ വേണ്ടവരെടുക്കുക. അപ്പോൾ കളിപ്പിച്ചവരൊക്കെ ഞാൻ അഭിപ്രായം പറയാം. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.